അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിന്റെ രണ്ടാമത്തെ പകലാണ്. അൽഹംദുലില്ലാ, റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിലുമൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്ന പുണ്യമായ മങ്കൂസ് മൗലിദ്. ആ മങ്കൂസ് മൗലിദ് കഴിഞ്ഞ ദിവസം നമ്മൾ പൂർണ്ണമായും പാരായണം ചെയ്തു. ഇന്ന് നമുക്ക് പാരായണം ചെയ്യാനുള്ളത് മങ്കൂസ് മൗലിദിന്റെ ഒന്നാമത്തെ ഹിക്കായത്ത്, ആദ്യത്തെ ഹിക്കായത്തും അതിനുശേഷമുള്ള ബൈത്തുമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് മുത്തായ ഹബീബിന് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലി, നമുക്ക് വേണ്ട കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലി, എല്ലാ കാര്യത്തിനും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ, പരിപൂർണമായി അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ മൗലിദിന്റെ മജ്ലിസിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് മങ്കൂസ് മൗലിദാണ്. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് മൗലിദുകൾ ഓതിയിട്ടുണ്ട്. പല മൗലിദുകളെ പറ്റി നമുക്കറിയാം അല്ലേ? സുബ്ഹാന മൗലിദ്, ബദർ മൗലിദ്, അതുപോലെ ഷറഫുൽ അനാം മൗലിദ്, മങ്കൂസ് മൗലിദ്, ഇങ്ങനെ നിരവധി അനവധി മൗലിദുകളുണ്ട്. അതുപോലെ റാത്തീബുകളുണ്ട്, പിന്നെ കുത്തുബിയത്തുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള നമ്മൾ ഗദ്യ പദ്യ രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാരായണം ചെയ്യാറുണ്ട്, ഓതാറുണ്ട്. ഈ റബീഉൽ അവ്വൽ മാസം എന്നല്ല, അതല്ലാത്ത മാസത്തിലും എന്തെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ സമയമാവട്ടെ, ഒരു ദുഃഖത്തിൻ്റെ, ഇപ്പോൾ ഉമ്മ മരണപ്പെട്ടു അതിൻ്റെ 3 അല്ലെങ്കിൽ വാപ്പ മരണപ്പെട്ടു അതിൻ്റെ 7, അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ടു, വാപ്പ മരണപ്പെട്ടു, ഭാര്യ ഭർത്താവ് അവരുടെ 40. അപ്പോൾ ആ ഒരു സങ്കടത്തിൻ്റെ സമയത്തും, ഇപ്പോൾ നമ്മൾ റബീഉൽ അവ്വൽ മാസം സന്തോഷം, ആ സമയത്തും ഒക്കെ നമ്മൾ ഓതുന്ന, പാരായണം ചെയ്യുന്ന, പരമ്പരാഗത സുന്നി മുസ്ലിമീങ്ങളായ നമ്മൾ ഓതുന്ന ഒരു പുണ്യമായ ഒരു അമലാണ് ഈ മങ്കൂസ് മൗലിദിൻ്റെ പാരായണം. ഈ മങ്കൂസ് മൗലിദ് അത് 15-16 നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കേരളക്കാരനായ മലയാളിയായ ലോക പണ്ഡിതൻ, ഇസ്ലാമിക ലോക പണ്ഡിതൻ, മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു ഒന്നാമൻ മഹാനവറുകൾ രചിച്ച മൗലിദാണ് മങ്കൂസ് മൗലിദ്. ഈ മങ്കൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കപ്പെട്ടതെന്നാണ്. അതായത് ഇതിനെപ്പറ്റി പറയപ്പെടുന്നുണ്ട്, അതായത് മഹാനായ ഇമാം ഖസാലി റളിയല്ലാഹു തആല അൻഹു, ഇമാം ഖസാലിയുടെ സുബ്ഹാന മൗലിദ് ഉണ്ട്, അത് ചെറുതാക്കി ഉള്ള ഒരു മൗലിദാണ് ഈ മങ്കൂസ് മൗലിദ്. അങ്ങനെ പല പല വ്യാഖ്യാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ മങ്കൂസ് മൗലിദ് അൽഹംദുലില്ലാ നമ്മൾ ഓതാൻ പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ ഈ ഒരു മൗലിദ് ഓതുന്ന സമയത്ത് ഇത് പറയപ്പെടുന്നുണ്ട്, ഇത് എഴുതാനുള്ള, ഇത് രചിക്കാനുള്ള കാരണം, കേരളത്തിൽ ഒരു സമയത്ത് ഒരുപാട് അസുഖങ്ങൾ പടർന്നു പിടിച്ചു, പ്ലേഗ് രോഗം പടർന്നു പിടിച്ച സമയത്ത് ജനങ്ങളെല്ലാവരും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു, അവരോട് പരിഭവം പറഞ്ഞു, ഞങ്ങൾക്കിങ്ങനെ പ്ലേഗ് രോഗം നമ്മുടെ നാട്ടിൽ പരക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് മഹാനവറുകൾ ഇത് രചിക്കുകയും അവരോടൊക്കെ ഓതാൻ പറയുകയും നിരവധി അനവധി ആളുകൾ ആ രോഗത്തിൽ നിന്നും മുക്തി നേടിയതുമായ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഇതിൻ്റെ പിന്നിൽ പറയാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ അതൊക്കെ വിശദമായിട്ട് പറയാം. നമ്മളിപ്പോൾ ഈ മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യാൻ പോകുന്നു. ഇത് ഓതുമ്പോൾ പരമാവധി ഉമ്മമാർക്കും ഉപ്പമാർക്കും വുളു ഉണ്ടായിരിക്കൽ നല്ലതാണ്, നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വുളു ഉണ്ടാവുക നല്ലതാണ്. പിന്നെ പരമാവധി ഖിബലയിലേക്ക് നേരെ ഇരിക്കാൻ പറ്റിയാൽ ഖൈറാണ്, ഞാൻ നിർബന്ധിക്കുന്നില്ല, ഓരോ ആളുകളുടെ വ്യത്യസ്തമായ അവസ്ഥകളായിരിക്കും. അങ്ങനെ ഓതാൻ പറ്റിയാൽ നല്ലതാണ്. പിന്നെ ഉമ്മമാരൊക്കെ തലയിൽ ആ ഒരു തട്ടൊക്കെ ഇട്ടിട്ട് ഒരു അദബോടെ, മര്യാദയോടുകൂടി ഇരിക്കൽ നല്ലതാണ്. നമ്മുടെ കൂട്ടത്തിൽ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടിയൊക്കെ ഒന്ന് കൂട്ടി ഇരുത്തിയിട്ട് നമ്മൾ ഇത് ഓതിയാൽ വളരെ ഖൈറാണ്. പിന്നെ ഒരുപാട് ഒച്ചത്തിൽ ഈ മൗലിദ് ഓതേണ്ട കാര്യമില്ല. ഇത് ആദ്യം ഒരു ഗദ്യം, പിന്നെ ഒരു പദ്യം, അങ്ങനെയാണ് നമ്മൾ ഓതി പോകുന്നത്. അപ്പോൾ ഈ ഗദ്യം നമ്മൾ ഈ ഹിക്കായത്ത് എന്ന് പറയും. ഹിക്കായത്ത് ഓതുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുന്ന സമയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വലാത്ത് പറയാൻ മറന്നു പോകരുത്. പിന്നെ സ്വഹാബിമാരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുക. പിന്നെ സ്വഹാബി വനിതകളുടെ പേര്, ഇപ്പോൾ ഖദീജ ബീവിയുടെ അല്ലെങ്കിൽ ഫാത്തിമ ബീവിയുടെ അല്ലെങ്കിൽ ആമിന ബീവിയുടെ ഒക്കെ പേര് കേൾക്കുമ്പോൾ, ഹലീമ ബീവിയുടെ ഒക്കെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറയൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മലക്കുകളുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുക. പിന്നെ മറ്റ് പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുക. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറന്നു പോവണ്ട. നല്ല അദബോടെ നല്ല രൂപത്തിലിരിക്കുക. ഇത് ദുആക്ക് ഇജാബത്തുണ്ട്, നബിയെ സ്വപ്നം കാണാൻ ഇതുകൊണ്ട് എനിക്ക് പറ്റണമെന്നുള്ള നല്ല മനസ്സോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ മൗലിദ് ഓതുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരു കാര്യം കൂടി പറയട്ടെ, ചിലർക്ക് സംശയമുണ്ട്, ഉസ്താദെ ഈ മങ്കൂസ് മൗലിദ്, ഇപ്പം നമ്മൾ ഈ ചൊല്ലുന്ന മൗലിദ് മഗ്രിബിന് ശേഷം മാത്രമാണോ? അല്ല, മഗ്രിബിന് ശേഷം ചൊല്ലിയാൽ വളരെ ഖൈറാണ്. പിന്നെ ഇശാക്ക് ശേഷം ചൊല്ലാം. ഇനി മഗ്രിബിന് ശേഷമോ
ഇശാക്ക് രാത്രി നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നാളെ പകലും നിങ്ങൾക്ക് ചൊല്ലാം, ഒരു കുഴപ്പമില്ല. പിന്നെ നിസ്കാരം ഇല്ലാത്ത ഉമ്മമാർക്കും ഉള്ളവർക്കും എല്ലാവർക്കും ഇത് ചൊല്ലാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഈ ബൈത്ത് ചൊല്ലുമ്പോൾ യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി, അതുപോലെ തന്നെ സ്വലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയ്യത്തി, അല്ലെങ്കിൽ അസ്സലാത്തു അലൻ നബി വസ്സലാമു, അതൊക്കെ നമ്മൾ ഏറ്റേറ്റ് ചൊല്ലുകയാണ് കേട്ടോ. ജവാബ് എന്ന് പറയും, ജവാബ് പറയുക, ജവാബ് ചൊല്ലുക, അതൊക്കെ ഒന്ന് ബൈത്ത് ചൊല്ലുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മൗലിദിലേക്ക് കടക്കുകയാണ്. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. بسم الله الرحمن الرحيم. سبحان الذي يطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا. اللهم صل وسلم وبارك عليه. وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا. ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا. ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا. ودخل عليه الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا. اللهم صل وسلم وبارك عليه. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألف عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه. فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته وأحبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صفاح قط. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد يا ربي صل وسلم. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت تطلع بيننا في الكواكب كالبدور
بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي ارتكبت على الخطا غير حسر وعادات لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മങ്കൂസ് മൗലിദിൻ്റെ ഇന്നത്തെ പാരായണം നമ്മൾ അൽഹംദുലില്ലാഹ് ഇവിടെ നിർത്തുകയാണ്. നമുക്കിനി കുറച്ച് ദിക്റുകൾ, അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഒരുപാട് സ്വലാത്തുണ്ട്, നിരവധി അനവധി സ്വലാത്ത്. സ്വലാത്ത് എത്ര ചൊല്ലിയാലും നമുക്ക് മതിയാവില്ല, എത്ര ചൊല്ലിയാലും തീരില്ല. അപ്പോൾ നമുക്കറിയാവുന്ന നമ്മൾ സാധാരണയൊക്കെ ചൊല്ലുന്ന ചില സ്വലാത്തുകളുണ്ടല്ലോ, ആ സ്വലാത്തുകളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഓരോന്നെ കുറച്ച് പ്രാവശ്യം ചൊല്ലിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ കുറച്ച് സ്വലാത്ത് ചൊല്ലിയാലോ? അല്ലാഹു തആല നമ്മുടെ സ്വീകരിക്കട്ടെ. ഇന്നത്തെ മൗലിദിൻ്റെ സദസ്സ് അല്ലാഹു തആല പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി പറയുന്നത് ഇബ്രാഹിമിയ സ്വലാത്താണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മാസം അധികരിപ്പിക്കേണ്ട സ്വലാത്തുകളിൽ പെട്ട സ്വലാത്തുകളുടെ രാജാവ് ഇബ്രാഹിമിയ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇബ്രാഹിമിയ സ്വലാത്ത് കുറച്ച് വട്ടം പറയാം.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد നമ്മൾ അടുത്തതായി പറയുന്നത് അദദു സ്വലാത്താണ് അല്ലേ. ഒരു വട്ടം ചൊല്ലിയാൽ ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് അദദു സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചൊല്ലിയാലോ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد
عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കണ്ട് ജീവിതത്തിൽ ചൊല്ലിയ ഒരു തസ്ബീഹുണ്ട്. നമുക്കൊന്ന് ചൊല്ലിയാലോ? ഒരു ദിക്റാണ്, വലിയ ശ്രേഷ്ഠതയുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi 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 അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഇന്നത്തെ മൗലിദിൻ്റെ മജ്ലിസ്, നമ്മുടെ ഇന്നത്തെ ദിക്ർ, ദുആ, തസ്ബീഹുകളുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്, നമ്മൾ കേട്ടത്, നമ്മൾ ചൊല്ലിയത്. അല്ലാഹു തആല പരിപൂർണമായി നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ.
അപ്പോൾ ഒരുപാട് പേര് ഉസ്താദെ പ്രത്യേകം ഇന്നത്തെ മജ്‌ലിസിൽ ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ ദ്വാരഖണേ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ട് തൽക്കാലം പേരൊന്നും ആരുടെയും പറയുന്നില്ല. അല്ലാഹുവേ ഈ മജ്‌ലിസിലിരിക്കുന്ന ആരൊക്കെ ഉണ്ട് എല്ലാവരുടെയും മനസ്സിൻ്റെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഇടങ്ങേറുകൾ മാറ്റി കൊടുക്കണേ അല്ലാ. ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാത്തിലും ഉപരിയായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹുവേ ആ തിരു ഹളറത്തിൽ എത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. മദീന കാണിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്ർ ഔറാദ് ഞങ്ങളുടെ മൗലിദിന്റെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മുത്ത് നബിയുടെ ശഫാഅത്ത് കിട്ടുന്ന ആ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാ നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 3 വട്ടം, പിന്നെ സൂറത്തുൽ ഫലക്, സൂറത്തുൽ നാസ് ഓതിയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ ഈ ഇരുത്തം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع. وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق محمد وآله الأبرار. أرحم الراحمين يا كرنيل ربي الرحمن يا رحيم يا ودود يا قدوس يا جلال يا ربي. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹുവേ മൗലിദ് മാസമാകുന്ന ഈ മാസത്തിൽ ഞങ്ങൾ ചൊല്ലിയ അല്ലാഹുവേ മൗലിദ് സ്വീകരിക്കണേ അല്ലാ. മറ്റു ദിക്ർ ഔറാദുകൾ ഖബൂലാക്കണേ അല്ലാ. സ്വലവാത്ത്
സ്വലവാത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ആ മുത്ത് റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോയവരാണ്, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, റഹ്മാനായ റബ്ബേ, വദൂദായ അല്ലാ, സത്താറായ അല്ലാ, ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മുറാദുകളുണ്ട്. എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ വിഷമ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ മുൻഗാമികൾ, റഹ്മാനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കൂട്ടുകാർ, നാട്ടുകാർ, റഹ്മാനെ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാ. സ്വർഗത്തിൽ മുത്തു റസൂലിന്റെ ചാരയിരിക്കാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മൗലിദ് ചൊല്ലിയ ഒരുപാട് ദിക്റൗറാദുകൾ ചൊല്ലുന്ന ഉമ്മമാര്, ഉപ്പമാര് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ആരെയും നീ പാഴാക്കി കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ്, കടങ്ങളുള്ളവരാണ്, രോഗങ്ങളുള്ളവരാണ്, പ്രതിസന്ധികളുള്ളവരാണ്, ദുഃഖങ്ങളുള്ളവരാണ്. എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്നു തരണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാ. മാരകവുമല്ലാത്തതുമായ ക്യാൻസർ പോലെ മറ്റു രോഗങ്ങളെ തൊട്ടെല്ലാം കാക്കണേ അല്ലാ. ആർക്കെല്ലാം ബാധിച്ചിട്ടുണ്ടോ നീ ശിഫാ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ നടക്കുകയാണ് റബ്ബേ, പലതും കഴിഞ്ഞു, പലതും വരാനുണ്ട് റഹ്മാനെ. ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കി തരണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കി വളർത്തണേ അല്ലാ. മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല ഉപ്പമാരിൽ ഉമ്മമാരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാ. ലോക മുസൽമാന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ലോക മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവേ സമാധാനവും ശാന്തിയും കൊടുക്കണേ അല്ലാ. ഇന്ത്യൻ മുസൽമാനെ നീ കാക്കണേ അല്ലാ. ഗസയിൽ ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സിൽ വെച്ച് ദുആരക്കാൻ നിരവധി അനവധി സഹോദരിമാര്, സഹോദരങ്ങൾ അല്ലാഹുവേ കമന്റിലൂടെ അല്ലാതെ നേരിട്ടും കണ്ടുമൊക്കെ പറഞ്ഞു ഒരുപാട് ദുആ വസിയത്ത്, നൂറു നീറുന്ന പ്രശ്നങ്ങളാണ് പലർക്കും ഉള്ളത്. ആർക്കെല്ലാം എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാ കാര്യങ്ങളും നീ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. ആരെല്ലാം ദുആ ചെയ്യാൻ പറയുന്നിട്ടുണ്ടോ റഹ്മാൻ, അവരുടെ പേരും വിവരങ്ങളെല്ലാം നിനക്കറിയാം, നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. മനസ്സിന്റെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവിധ ഖൈറും സന്തോഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരെ അല്ലാഹുവേ സ്വർഗ്ഗത്തിലിരിക്കാനുള്ള മഹാ സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. ഈ മാസം ഒരുപാട് മൗലിദിൽ പങ്കെടുക്കാനും അല്ലാഹുവേ അതുപോലെ തന്നെ സ്വലാത്തുകൾ ഒരുപാട് കണ്ട് ചൊല്ലാനും തൗഫീഖ് തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ മൗലിദിന്റെ മജ്‌ലിസ് ഉണ്ടാകും. കഴിയുന്ന എല്ലാവരും പങ്കെടുക്കുക. ഇത് രാത്രി മാത്രമല്ല, പകലിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇന്നിപ്പോൾ രാത്രി പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് പകലിലും ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, ഇനിയും ദുആരക്കും അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കട്ടെ. അപ്പോൾ നാളത്തെ മജ്‌ലിസിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.